വാക്സിൻ എടുത്തിട്ടും 7 വയസ്സുകാരിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കൊല്ലം സ്വദേശിയായ കുട്ടിയെ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയെ ഏപ്രിൽ 8-നാണ് നായ കടിച്ചത്. ഏപ്രിൽ 28-ന് പനി ബാധിച്ചത് പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധയെന്ന് മനസ്സിലായത്. ബിനിൽ ലീലാസാബ് വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, സമാനമായ ഒരു കേസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ കുട്ടിയുടെ മരണം വരെ സംഭവിച്ചു എന്നത് ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു. സമാനമായ ഒരു സംഭവം ആവർത്തിക്കുകയാണോ? ബിനിൽ, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ കുട്ടിക്ക് 4 വാക്സിനും എടുത്തതാണ്. അതായത് നായ കടിച്ചാൽ 5 സമയത്താണ് കുത്തിവയ്പ്പ് എടുക്കുക, പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക. അതിൽ 4 എണ്ണവും എടുത്തു. അത് കുട്ടിയെ ഈ നായ കടിക്കുന്നത് ഏപ്രിൽ 8-ാം തീയതിയാണ്. അന്ന് ഉച്ചയ്ക്കാണ് നായ കടിച്ചത്. വൈകാതെ തന്നെ തൊട്ടടുത്തുള്ള കൊല്ലം വിളക്കുടി സ്വദേശിനിയാണ് ഈ കുട്ടി. അവിടെ വിളക്കുടിയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അന്ന് തന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് ആദ്യത്തെ ഡോസ് എടുത്തു. അതിനുശേഷം ആന്റി റാബിസ് സിറവും ഈ കുട്ടിക്ക് നൽകിയതാണ്. അതിനുശേഷമാണ് ഏപ്രിൽ 28-ന് ഈ കുട്ടിക്ക് പനി ഉണ്ടായി. അതിനുശേഷമാണ് പരിശോധന നടത്തിയത്. അപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പിന്നാലെ തിരുവനന്തപുരത്തെ SIT ആശുപത്രിയിലേക്ക് കൊണ്ടുപോരുകയായിരുന്നു. ഏപ്രിൽ 8-ന് ഒരു ഡോസ് എടുത്തു. 11, 15, 28 ദിവസങ്ങളിലാണ് മറ്റ് കുത്തിവയ്പ്പുകൾ എടുത്തത്. ഇനി മെയ് 6-ന് ഒരു കുത്തിവയ്പ്പ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അതിനിടയിലാണ് കുട്ടിക്ക് ഈ പേവിഷബാധ ഉണ്ടായത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ല എന്നാണ് നമുക്ക് SIT ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെയാണ് ഈ വീഴ്ച ഉണ്ടായത്, ഈ കുത്തിവയ്പ്പ് എടുത്തതിൽ പ്രശ്നമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനി, ഉറപ്പായും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. കോഴിക്കോടാണ് പേവിഷബാധയ്ക്ക് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും 5 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങിയത്. അങ്ങനെ ഈ വാക്സിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക പരിഹരിക്കണം. ഇപ്പോൾ മറ്റൊരു കുട്ടിക്കും 7 വയസ്സുകാരിക്കും പേവിഷബാധ 4 ഡോസ് വാക്സിൻ എടുത്തിട്ടും ആൻറ്റി റാബീസ് സിറം എടുത്തിട്ടും ഉണ്ടാകുന്നു എന്നുള്ളത് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ആശങ്ക പരിഹരിക്കാൻ അടിയന്തരമായ ഇടപെടൽ സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് സ്വീകരിക്കേണ്ടതാണ്.